ഹായ് ഗൈസ്, നിങ്ങൾ ഷഹാന മുംതാസ് എന്ന് കേട്ടിട്ടുണ്ടോ? മലപ്പുറം സ്വദേശിയാണ്. 19 വയസ്സ് മാത്രമാണ് ആ പെൺകുട്ടിക്കുള്ളത്. മരിച്ചുപോയി. 2 ദിവസം മുൻപേ ആത്മഹത്യ ചെയ്തു. എന്തിൻ്റെ പേരിൽ? ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒക്കെ ആയിട്ടുള്ളൂ. പോരാത്തതിന് ഡിഗ്രി വിദ്യാർത്ഥിയാണ്. എന്തിൻ്റെ പേരിലായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക? സ്ത്രീധനമാണോ? അല്ല. ആ പെൺകുട്ടിയെ ആ വീട്ടിൽ നിന്നും കളിയാക്കി. നിറം കുറവാണ്, വെയിൽ കൊള്ളാൻ പാടില്ല, കറുത്തു പോവും, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലല്ലോ, ഇനി പഠിക്കണ്ട എന്നിങ്ങനെയുള്ള കളിയാക്കലും കുത്തുവാക്കുകളും ആ വരൻ്റെ വീട്ടിൽ നിന്ന് ഏൽക്കേണ്ടി വന്നപ്പോൾ ആ പെൺകുട്ടി മനം മടുത്ത് ആത്മഹത്യ ചെയ്തു. ഈ 2025 പോലും ഇങ്ങനെയും ചില അവസ്ഥകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ കുറേ കാര്യങ്ങൾ നമ്മളെ കാഴ്ചക്കാരാക്കുന്നുണ്ട്. എനിക്ക് സംസാരിക്കാനുള്ളത് മാതാപിതാക്കളോടാണ്. തൻ്റെ മക്കള് ഒരു പുതിയ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം, 2-3 ദിവസം അല്ലെ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവാം. അത് ആസ് യൂഷ്വൽ പുതിയൊരു വീട്ടിലേക്കാണ്, പുതിയൊരു ലൈഫാണ്. അതിൻ്റെ അകത്ത് കുറേ പ്രയാസങ്ങളും കാര്യങ്ങളും ഇത്ര 10, 22, 25, 28 വയസ്സ് വരെയൊക്കെ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിട്ട് പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നമായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞും 1.5 മാസം, 2 മാസം, 6 മാസം എന്നിങ്ങനെയുള്ള പീരീഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മകൾ പിന്നെയും പറയുന്നു, എനിക്കിവിടെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നില്ല, എന്നെ തിരിച്ചു കൊണ്ടുപോവോ എന്ന് വിളിച്ച് പറയുമ്പം നിങ്ങൾ പറയേണ്ട മറുപടി ഇങ്ങനെ ആയിരിക്കരുത്. മോളെ, കുറച്ചുകൂടി കാത്തിരിക്കുക, കുറച്ചുകൂടി സഹിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്, മോള് കുറച്ചുകൂടി സഹിക്കുക. ഇങ്ങനെയുള്ള വാക്കുകൾ തിരിച്ചു പറയാതിരിക്കുക. മകൾക്ക് അൺകംഫർട്ടബിളായി അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കണം. അതിൻ്റെ പേരിൽ നാട്ടുകാർ എന്തോ പറഞ്ഞോട്ടെ, എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ ആ തള്ളിപ്പിടിച്ച് അവരെ നിർത്തുന്നത് ചിലപ്പോൾ ആ കുട്ടിയുടെ മരണത്തിലേക്ക് വരെ നയിക്കാൻ പറ്റുന്ന ഒരു കാരണമായിരിക്കാം. കാരണം അത്രയും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞറിയിക്കുന്നതിനും മേലെയാണ്. പല കേസസിലും നമുക്കിത് എടുത്ത് കാണാൻ പറ്റും. പല കേസസുകൾ പല വിധത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇന്നും ചില പണ്ട് 90കളിലെ ചിന്താഗതി പോലെ മോളെ അടങ്ങിക്ക്, നമ്മളെ ഭാഗത്തും തെറ്റുണ്ടാവാം, കുറച്ചുകൂടി ക്ഷമിക്കാൻ പഠിക്ക്, അഡ്ജസ്റ്റ് ആവൂ, പൊരുത്തപ്പെടൂ എന്നിങ്ങനെയുള്ള ഡയലോഗ്സ് കാലം മാറി നമ്മളും അതിനനുസരിച്ച് മാറണം. നമ്മുടെ മക്കളെ സേഫ് അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുന്നത് ചിലപ്പോൾ ഡെഡ് ബോഡി ആയിട്ടായിരിക്കാം. സ്വന്തം മകളെക്കാൾ വലുതൊന്നുമല്ല അഭിമാനം, അല്ലേ നാട്ടുകാരുടെ അഭിമാനമല്ല, ദുരഭിമാനം. കാരണം സ്വന്തം മക്കളെ ഒരു കൊലപാതകത്തിലേക്ക് അല്ലെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടല്ല നിങ്ങൾക്ക് അഭിമാനവും നാട്ടുകാരുടെ വാക്കും കേൾക്കേണ്ടത്. സ്വന്തം മക്കളെ ഗ്രഹിക്കാനും അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യം മാതാപിതാക്കൾക്ക് ഉണ്ടാവണം. മക്കളോടും കൂടിയാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെറുപ്പം തൊട്ടേ അച്ഛനും അമ്മയും ആയിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കാലയളവിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്. പണ്ടത്തെ ചിന്താഗതിക്കാരാണ്. നിങ്ങളുടെ ജനറേഷനുമായിട്ട് ഒരു ഗ്യാപ്പ് എങ്ങനെയായാലും ആ ഡിസ്റ്റൻസ് ഉണ്ടാവും. അത് മാറ്റിയെടുക്കാൻ പരമാവധി ശ്രമിക്കുക. ഇപ്പം ഈ കുട്ടിയുടെ കേസസ് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും കുത്തുവാക്കുകളാണ്. നീ മുമ്പ് നല്ല +2 പഠിക്കുമ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം കളർ കുറഞ്ഞ് നന്നായി കറുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാണാൻ ചന്തമില്ല, നീ ഇനി വെയിലത്തിറങ്ങണ്ട, കോളേജ് പോവണ്ട, പഠിക്കണ്ട, നിർത്തിയേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാലയളവ് കേട്ടപ്പം ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് മടുത്തിട്ടുണ്ടാവും. മിക്കവാറും ഫാമിലിയോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫാമിലി പറഞ്ഞിട്ടുണ്ടാവും, അത് സാരില്ല, വിട്ടേക്ക്. ഈ ഒരു വാക്ക് കേട്ട് ആയിരിക്കാം ചിലപ്പം പെൺകുട്ടിയെ ഇങ്ങനെയുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടായത്.
അച്ഛനമ്മമാരോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയപ്പിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, മക്കള് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ, അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അതാണ് ആദ്യം അസസ് ചെയ്യേണ്ടത്. നമ്മളിപ്പം ആ ഒരു പെൺകുട്ടി, ചിലപ്പോൾ ഒരു പെൺകുട്ടി നമ്മുടെ മക്കളെന്ന് പറയുന്ന ഒരു അഫയേഴ്സിൽ എൻഗേജ്ഡ് ആയിരിക്കാം. ആ അഫയേഴ്സ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. അവിടുന്ന് പിടിച്ച് പറിച്ച് പണത്തിൻ്റെയും അല്ലെങ്കിൽ ദുരഭിമാനത്തിൻ്റെ ഒക്കെ പേരിൽ അവരെ പിടിച്ചു നിർത്തി ആ അഫെയർ കട്ടാക്കി വേറെ ഒരു ജീവിതത്തിലേക്ക് ഉന്തിത്തള്ളി, താല്പര്യമില്ലാണ്ട് ഉന്തിത്തള്ളി പറഞ്ഞു വെച്ചിട്ട് അവസാനം മക്കൾ കരഞ്ഞു പറയും, അച്ഛാ എനിക്ക് പറ്റുന്നില്ല, അല്ലെ ഉപ്പ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് ആളെ കൊണ്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ പിന്നെയും പറയും, മോളെ ഇതൊക്കെ കുറച്ചുകൂടി അഡ്ജസ്റ്റായി നിൽക്കണം. അവസാനം ഒരു മൃതദേഹമായിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥയൊക്കെ പല കേസസിൻ്റെ അകത്തും കണ്ടിട്ടുണ്ട്. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രണയം വിട്ട് ഈ കല്യാണത്തിലേക്ക് കൊടുക്കുമ്പോൾ ആ വരന് കൊടുക്കുന്ന ആ ഗോൾഡും മറ്റും അത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യും, മകളെ നോക്കണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടങ്ങൾ അല്ലെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നോക്കി, ചിലപ്പം സാമ്പത്തികമായി പിന്നോട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുറ്റുപാടിൻ്റെ അകത്ത്, അതായത് ചെറിയ വീടായിരിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയതെന്ന് പറയുന്നത് സ്വന്തം മകളെ നല്ല വൃത്തിക്ക് നോക്കുമോ, അല്ലെങ്കിൽ അവരെ കണ്ണീര് അണിയാതെ ജീവിക്കാൻ അവരെ കൊണ്ടുപോകാൻ പറ്റുമോ, നല്ല സ്വഭാവമാണോ, ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിച്ചിട്ട് മാത്രം. പ്രേമം എന്ന് പറയുന്ന വലിയ തെറ്റായിട്ടുള്ള ഒന്നല്ല. ആ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് വേണം ശരിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. അല്ലാതെ നല്ല വീടുണ്ട്, പണമുണ്ട്, ജോലിയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഒരിക്കലും സ്വന്തം മക്കളെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയക്കരുത്. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പയ്യനുമായിട്ടാണ് പ്രണയമുള്ളെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾ നടത്തി കൊടുക്കുക. കാരണം ആ പെൺകുട്ടിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും ആ ഒരു വ്യക്തിയെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടി മനസ്സിലാക്കാനും ഉണ്ടാവും. പരമാവധി നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ ഈ ഒരു അഫെയറും റിലേഷൻഷിപ്പ് ആയിട്ടുള്ള കല്യാണങ്ങൾക്ക് സാധിക്കും. പുതിയൊരു വ്യക്തിയെ കണ്ട് ചായ കൊടുത്ത് ഇഷ്ടപ്പെട്ട് അവരെങ്ങനെയാണെന്ന് പോലും ക്യാരക്ടർ മനസ്സിലാക്കാതെ ജീവിക്കാൻ പറഞ്ഞയക്കുമ്പം വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് വിചാരിച്ച് അത്തരം റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൂടാ എന്നല്ല. പെൺകുട്ടിക്ക് ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിച്ചതിന് ശേഷം മാത്രം നമ്മൾ കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കള് കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പം ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സൈനിങ് ഓഫ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.